ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്രാവ് മീൻ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുക എന്നും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മസാലക്കൂട്ടിൽ സ്രാവ് ഫ്രൈ ചെയ്തെടുക്കുന്നതുമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്രാവ് മീനിൻ്റെ തൊലി മുഴുവനായിട്ടും ഒന്ന് കളഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാനൊരു സ്രാവ് മീനിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് കേട്ടോ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത്. സ്രാവ് മീനിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത് മുള്ളുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതുമാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അത് മാത്രമാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ മീൻ മുള്ളിനോട് ചാരിയിട്ട് 2 ഭാഗമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മീനിൻ്റെ വയറിനുള്ളിൽ വേസ്റ്റൊക്കെ എടുത്ത് കളയുക. ഈ മീൻ വലുതായതുകൊണ്ട് തൊലി കളയാൻ എളുപ്പത്തിന് ഞാനിത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മീൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ തൊലി കട്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ മീനിൻ്റെ വാൽഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഈ മീനിൻ്റെ 2 സൈഡിലുള്ള ചിറകുകളും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇടത്തെ കൈകൊണ്ട് മീൻ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കത്തി താഴോട്ട് ഇങ്ങനെ കൊണ്ടുപോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മീനിൻ്റെ സ്കിന്ന് കട്ടാവാതെ നോക്കണം കേട്ടോ. കട്ടാവാതെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ സ്കിന്ന് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് ഈ മീനിൻ്റെ സ്കിന്ന് കട്ടായി പോയിട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ കട്ടായാലും കുഴപ്പമൊന്നുമില്ല, കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടായാൽ മതി. എന്ന സ്കിന്ന് നല്ലപോലെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. തൊലി കളഞ്ഞെടുക്കുമ്പോൾ മീനിൻ്റെ ഫ്ലഷ് തൊലിയുടെ കൂടെ പോരാതെ നോക്കണം കേട്ടോ. ചിലർ സ്രാവിൻ്റെ തൊലി ചൂടുവെള്ളത്തിലിട്ടിട്ടൊക്കെയാണ് കളഞ്ഞെടുക്കാറ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കാറ്. ഇതിപ്പോൾ തൊലി കട്ടായി പോയിട്ടില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റിയിരുന്നു. അപ്പോൾ ദാ ഈ മീനിൻ്റെ തൊലി ഞാൻ നല്ലപോലെ തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട്. മീനിൻ്റെ ഈ ഒരു ഭാഗത്ത് സ്കിന്ന് കട്ടാവാത്തതുകൊണ്ട് നമുക്കിതിൻ്റെ സ്കിന്ന് വളരെ ഈസി ആയിട്ട് തന്നെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഈ ഭാഗത്ത് സ്കിന്ന് കളഞ്ഞെടുക്കുമ്പോൾ ഇടത്തെ കൈകൊണ്ട് സ്കിന്നിൽ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് കത്തി കൊണ്ട് ഇതുപോലെ താഴേക്ക് കൊണ്ടുപോവുക. കത്തി ഇതുപോലെ കൊണ്ടുപോകുമ്പോൾ സ്കിന്ന് കട്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മീനിൻ്റെ സൈഡിലുള്ള ചിറകൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. കണ്ടോ, തൊലി കട്ടാവാതെ ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഫ്ലഷ് ഒന്നും പോവാതെ തന്നെ ഈ മീനിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ തലയുടെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇതുപോലെ മീനിൻ്റെ തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ തലയുടെ ഭാഗത്ത് തൊലി കളഞ്ഞെടുക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പല്ല് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പല്ല് കട്ട് ചെയ്തെടുക്കുമ്പോൾ കൈമൊന്നും തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പല്ല് കളഞ്ഞെടുക്കാൻ തല ഇതുപോലെ പിടിച്ചിട്ട് പല്ലുള്ള ഭാഗം ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ കണ്ട പല്ല് വളരെ ഈസി ആയിട്ട് തന്നെ കളഞ്ഞെടുത്തത്. പല്ല് കളഞ്ഞെടുത്തതിന് ശേഷം തലയുടെ ഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തലയുടെ ഭാഗത്ത് തൊലിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. തൊലി കളഞ്ഞതിന് ശേഷം തല ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ തല ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മീനിൻ്റെ മുള്ളുള്ള ഭാഗം കട്ട് ചെയ്യുമ്പോൾ ആ ജോയിൻറ്റ് വരുന്ന സ്ഥലത്ത് എല്ലിനൊരു ഹോളാണ്. അപ്പോൾ ആ ജോയിൻറ്റ് വരുന്ന ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ഉറപ്പുള്ള മുള്ളാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മീൻ നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മുള്ളുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഹലുവ കട്ട് ചെയ്തെടുക്കും പോലെ തന്നെ ഈ സ്രാവ് മീൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്രാവ് മീനിൻ്റെ മുള്ളുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര ഉറപ്പുള്ള മുള്ളാണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ മീൻ മുഴുവനും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മീനിൻ്റെ വാൽഭാഗത്തെ തൊലിയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ആദ്യം ഈ വാലിൻ്റെ 2 സൈഡിലെയും തൊലി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക.
അതിനുശേഷം വാലിൻ്റെ മുകളിൽ ഇടത്തെ കൈ ഇതുപോലെ വെക്കുക. എന്നിട്ട് കത്തി കൊണ്ട് ഇതുപോലെ തൊലി കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ വാൽഭാഗത്തെ തൊലിയും ഞാനിവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ ഈ മീൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്രാവ് മീൻ കട്ട് ചെയ്തെടുക്കാനും തൊലി കളഞ്ഞെടുക്കാനൊന്നും അറിയാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഇതുപോലെ സ്കിന്ന് കളഞ്ഞെടുക്കുമ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഈ മീനിൻ്റെ ഈ ഭാഗമൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഈ മീനിൻ്റെ ഈ മുകൾ ഭാഗം ചെറിയൊരു കയ്പുണ്ടാകും. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് എടുക്കേണ്ടവർക്ക് എടുക്കാം. എനിക്കിത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് എടുക്കുന്നില്ല. ഇനി നമുക്ക് ഈ മീൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാൻ ഈ മീനിൻ്റെ ഉളുമ്പ് മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ ഉപ്പും മീനും കൂടി ഈ പാത്രത്തിലിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് വരതിയെടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ മീനൊന്ന് കഴുകിയെടുക്കുക. ഞാനിതൊരു 2-3 വട്ടം നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഉപ്പ് കൊണ്ട് ഇതുപോലെ കഴുകിയെടുക്കുമ്പോൾ തന്നെ ഉളുമ്പ് മണം കുറേയൊക്കെ പോയി കിട്ടും. ഇങ്ങനെ കഴുകിയിട്ടും ഉളുമ്പ് മണം പോയിട്ടില്ലെങ്കിൽ ഈ മീനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഈ നാരങ്ങ നീരിൽ 2 മിനിറ്റ് മീനിട്ട് വെച്ചാൽ ഇതിലെ ഉളുമ്പ് മണം നന്നായിട്ട് തന്നെ പോയി കിട്ടും. ഇനി നിങ്ങളുടെ അടുത്ത് നാരങ്ങ ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മീൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഞാൻ ഈ മീൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ മീൻ മുഴുവനായിട്ടൊന്നും ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഇതിൽ നിന്നും പകുതി ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനായിട്ട് ഞാനൊരു ബോക്സിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. മീൻ ബോക്സിലിട്ട് വെച്ചതിന് ശേഷം ഈ മീനിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബോക്സ് അടച്ച് വെച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മീൻ എന്നും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള മീൻ കഷ്ണങ്ങൾ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 5-6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷവും ഈ മുളകൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മുളക് റോസ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഈ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ടിത് നന്നായി തണുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 1/2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ കുരു ഒന്നും പെടാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മസാല ഈ മീൻ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മീൻ കഷ്ണത്തിൻ്റെ എല്ലാ ഭാഗത്തും മസാല ആവുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഈ മീനിൽ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഈ മീനിന് കൂടുതൽ ടേസ്റ്റ്. ഇനി ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുക.
എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മീൻ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. മീനിൻ്റെ ഒരു വശം ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറുവശവും ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പം ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്രാവ് മീൻ ഫ്രൈ ചെയ്തതും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്രാവ് മീൻ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിലോളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.